റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണ്. റഷ്യൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഇന്ത്യ സന്ദർശിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇന്ത്യൻ എയർപോർട്ടിൽ നേരിട്ട് വന്ന് സ്വീകരിച്ചതാണ്. റഷ്യൻ പ്രസിഡന്റിന് സ്വപ്നതുല്യമായിട്ടുള്ള ഒരു വരവേൽപ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുണ്ട്. അദ്ദേഹം നരേന്ദ്രമോദിയെക്കുറിച്ച്, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയെക്കുറിച്ച്, ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരിലുള്ള ഒരാളായിട്ടുള്ള പുടിൻ എന്താണ് പറഞ്ഞത് എന്ന് വളരെയധികം ആകാംക്ഷയോടെയാണ് ലോകം ഉറ്റുനോക്കി അത് കേട്ടത്. ഇന്ത്യ സന്ദർശനത്തിന് മുമ്പ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തെ പുടിൻ വാനോളം പ്രശംസിച്ചു. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങുന്ന നേതാവല്ല പ്രധാനമന്ത്രി മോദി എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. റഷ്യയും ഇന്ത്യയും US തീരുവകളും അന്താരാഷ്ട്ര സമ്മർദ്ദവും നേരിടുന്ന സമയത്താണ് പുടിന്റെ ഈ പ്രസ്താവന. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യക്ക് മേൽ അമേരിക്ക ചുമത്തിയ തീരുവകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി റഷ്യൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള വിശ്വാസം പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മർദ്ദത്തിന് വഴങ്ങുന്ന നേതാവല്ല, ഇന്ത്യയുടെ ഉറച്ച നയം ലോകം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രാജ്യം അഭിമാനിക്കണം എന്നുമാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. തന്റെ സന്ദർശന വേളയിൽ നിരവധി പ്രധാന കരാറുകളിൽ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ വിശാലത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഉഭയകക്ഷി ഇടപാടുകളുടെ 90% വിജയകരമായി പൂർത്തിയായിരിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിന്റെ വ്യാപ്തി വളരെ വിശാലമാണെന്നും അതിനാൽ ചർച്ച ചെയ്യാൻ ധാരാളം കാര്യങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സവിശേഷമായ ചരിത്രപരമായിട്ടുള്ള ബന്ധത്തെയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വാതന്ത്ര്യത്തിന് ശേഷം വെറും 77 വർഷത്തിനുള്ളിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ വികസനത്തെ അദ്ദേഹം പ്രശംസിച്ചു. പുടിന്റെ ഈ പ്രസ്താവന ഇന്ത്യ റഷ്യ ബന്ധങ്ങളുടെ ശക്തിയും ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വളർന്നു വരുന്ന സ്ഥാനത്തെയും കാണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഡിസംബറിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം അദ്ദേഹത്തിന്റെ 10ാമത്തെ സന്ദർശനമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.